വലിയൊരു പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബോസണ്ണൻ. കിടിലൻ ഒരു പണി. ഇത് ടെക്നിക്കലി മത്സരാർത്ഥികൾക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു പണി വൈൽഡ് കാർഡുകളെ കൊണ്ട് കൊടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ലൈവിൽ കണ്ടത്. ഒരു ബൗളിൽ 2-3 ചിറ്റ്സ് റോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബൗളിന്റെ പേരാണ് വലിയ പണി. ആ വലിയ പണി ബൗളിൽ നിന്നും ഒരു ചിറ്റ് എടുത്ത് വൈൽഡ് കാർഡിൽ ഒരാൾ വായിച്ചു. ആ ചിറ്റിൽ എഴുതിയിരുന്നത് എന്താണ്? ഒരാൾക്ക് ഈ സീസണിൽ ഉടനീളം ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. ഇത് 5 പേരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരാളെ ഡിസൈഡ് ചെയ്യണം. അത് എല്ലാവരും കൂടി അപ്പുറത്ത് പോയിന്ന് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ കണക്കിലെടുത്തിട്ടാണ് സ്വാഭാവികമായിട്ടും വൈൽഡ് കാർഡുകൾ ഒരു തീരുമാനം എടുക്കുക. കാരണം ഇതിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. ആരുമായിട്ട് ഒരു ഗ്രഡ്ജോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗ്രൂപ്പുകളുടെ ദാതാവും തലവനും ഗ്യാങ് കൾച്ചറിന് കൊട പിടിക്കുന്നവനുമായിട്ടുള്ള അക്ബർ ഖാന്റെ പേരാണ് ഇവരെ ഡിസൈഡ് ചെയ്തത്. അക്ബർ ഒരു ക്രിക്കറ്റ് പേഴ്സൺ ആണെന്നും പിന്നെ മോശമായ വാക്കുകൾ പറയുന്ന ഒരാളാണെന്നും ഈ സീസൺ വിജയിക്കാൻ ഒരു രീതിയിലും യോഗ്യതയില്ലാത്ത ഒരാളുമാണെന്നാണ് നമ്മുടെ വൈൽഡ് കാർഡ്സ് പറയുന്നത് കേട്ടോ. കിടിലൻ ഡിസിഷൻ ആയിരുന്നു. അക്ബറിന് ഇതിലും വലിയൊരു പണി കിട്ടാൻ വേറെ ഇല്ല. ഗ്യാങ്ങുകളെയും ഫേവറിസവും കളിച്ച് അപ്പാനിയെയും പിന്നീട് ബിന്നിയെയും റെനേനെയും ഒക്കെ ക്യാപ്റ്റൻസിയിലേക്ക് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അക്ബർ ഇതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. പക്ഷെ ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്തത് അക്ബറിനെ എണീച്ച് ചേർത്ത് പറഞ്ഞതും അക്ബർ പറഞ്ഞ ഇതാണ്: ടൈറ്റിൽ വിന്നർ ആവാൻ എനിക്ക് പറ്റില്ല ബിഗ് ബോസ്, ഞാൻ ടൈറ്റിൽ വിന്നർ ആയിക്കോളാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ അക്ബർ പറയുന്നുണ്ട്. അതൊരു കിടിലൻ റെസ്പോൺസ് ആയിരുന്നു. ചിരിച്ചോണ്ട് അക്ബർ ഇതിനെ സ്വീകരിച്ചു. മോശം പറയുന്നല്ലോ, ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല എന്ന ബിഗ് ബോസിന്റെ ഇവരുടെ ആ ഒരു തീരുമാനത്തെ അക്ബർ റെസ്പെക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അക്ബർ അതിനെ ബഹുമാനിച്ചു. കളിച്ച് ഈ സീസണിന്റെ ടൈറ്റിൽ വിന്നർ ആവാൻ അക്ബറിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പുള്ളി കളിച്ച് ആ ലെവലിലുള്ള ഗെയിം കാഴ്ചവെച്ച് പ്രേക്ഷകർ ഇഷ്ടം പിടിച്ചു പറ്റി നേർവഴിക്ക് ആയിക്കോട്ടെ. അല്ലാതെ ഈ ഗ്രൂപ്പ് കളിയും ഒരാളെ ഒറ്റപ്പെടുത്തിയുള്ള കളിയും ആങ്ങളപ്പെങ്ങള് കളിയും പരിപാടിയൊന്നും അല്ലാതെ അക്ബർ വേറൊരു ഗെയിം കളിക്കട്ടെ. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തിരിക്കും. ഇതിപ്പോ അക്ബറിന് ബൂസ്റ്റ് ആവാനുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഒരു സീസണിലുടനീളം ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പ്രേക്ഷകർക്കിടയിൽ ഒരു സിമ്പതി ഫീൽ ഒക്കെ വരും. അത് ഇറ്റ് ഡിപ്പെൻസ്. അഗെയിൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് അക്ബർ അവിടെ ഏത് രീതിയിൽ ഇത് വെച്ചിട്ട് ഒരു വഴക്കുണ്ടാക്കുന്ന പോലെ ഇരിക്കും പ്രേക്ഷകരുടെ ഒരു തീരുമാനം. അക്ബറിനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തില്